കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസത്താൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവശക്തി അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം എത്രയെന്ന് വരേണ്ടവൻ എന്ന് പറയുന്ന ഭാഗങ്ങൾ, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിക്കും, നിങ്ങളോടുകൂടി തിരുസനയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയും. ഇതെല്ലാം ഈ ഭാഗങ്ങൾക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതിൽ 16-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കും പ്രാപിക്കും. ഇതെല്ലാം വരുന്നത് വിശ്വാസത്താൽ നമ്മൾ എങ്ങനെ ജീവിക്കാൻ കഴിയും, ഈ ലോകത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല, അതായത് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് എങ്ങനെ നയിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണങ്ങൾ പോലുള്ള നിലവാരത്തിലാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് പ്രയാസം ഏറുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ പലപ്പോഴായിട്ട് പല നേരങ്ങളിൽ പല സാഹചര്യങ്ങളിൽ പല മേഖലകളിൽ നിന്നൊക്കെ വരുന്ന കഷ്ടതകൾ പല രീതിയിലുണ്ട്. ഒരു സാമ്പത്തിക തകർച്ച, കുടുംബത്തിനകത്ത് വരുന്ന അസ്വസ്ഥതകൾ, മക്കളുടെ ഭാവി സംബന്ധമായ വിഷയം, ജോലിയില്ലായ്മ, സാമ്പത്തിക തകർച്ചകൾ, മാനസിക ക്ലേശങ്ങൾ, ഇതൊക്കെ പലപ്പോഴും കഷ്ടതകളായിട്ട് തന്നെ നമ്മളതിനെ കാണണം, അല്ലേ? പല രീതിയിലുള്ള കഷ്ടതകൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ചിലരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒന്നിന് പിറകെ ഒന്നായിട്ട് തിരമാല പോലെ ഇങ്ങനെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകൾ, ഞെരുക്കങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്, അല്ലേ? പക്ഷേ ഇതിനെല്ലാം കൂടെ ബൈബിളിൽ പറയുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്തുവാണെന്ന് അറിയാമോ? നമ്മുടെ കഷ്ടതകൾ, എനിക്കാണെങ്കിലും ഈ കേൾക്കുന്ന നിങ്ങൾക്കാണെങ്കിലും പലപ്പോഴും നമ്മുടെ കഷ്ടതകൾ നമുക്ക് വലുതാണ്. അതിനൊരു പക്ഷേ കാരണങ്ങളോ അതിനകത്തുള്ള വിഷയങ്ങളോ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കഷ്ടതയെക്കുറിച്ച് പറയുന്ന ആ ലഘൂകരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ പറയുന്നത് എന്തുവാ? നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. അപ്പം ഒരായുഷ്കാലം മൊത്തം, അല്ലേ? നമ്മൾ യോബിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബൈബിളിൽ പറയുന്ന മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ 80. ആ കാലഘട്ടം കഷ്ടത്തിൻ്റെതാണ്. ഏതെങ്കിലും വിധത്തിലൊക്കെ കഷ്ടതകൾ, ഞെരുക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കാനുള്ള, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. പ്രീസലോ, കഷ്ടതകൾ ഒരിക്കലും ശാശ്വതമായിട്ട് നമ്മളിൽ നിന്ന് മാറത്തൊന്നുമില്ല. സ്തോത്രം. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഈ കാലം അത്രയും അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് ചിലപ്പോൾ നമുക്കാണെങ്കിൽ 1 വർഷമോ 2 വർഷമോ ഇല്ലെങ്കിൽ 5 മാസമോ ഇല്ലെങ്കിൽ 1 മാസം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വലുതാണ്. പക്ഷേ കർത്താവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? ഇത് നൊടി നേരത്തേക്കുള്ള കഷ്ടമാണ്. അടുത്ത് പറയുന്നു ലഘുവായ കഷ്ടമാണ്. പ്രീസല. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസി നേരിടുന്ന കഷ്ടം എത്ര ആണ്ടത്തേതാണെങ്കിലും എത്ര കാലമാണെങ്കിലും പൗലോസ് പറയുന്നു ഇത് നൊടി നേരത്തേക്കുള്ളതാണ്, അത് ലഘുവായ കഷ്ടമാണ്. എന്തുകൊണ്ടാണ് അത് ലഘുവായി മാറുന്നത്? എന്തുവാണ് അത് സ്തോത്രം നൊടി നേരമായിട്ട് മാറുന്നത്? അതിൻ്റെ അടുത്ത ഭാഗമാണ് ദൈവമക്കളായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തോ അടുത്ത ഭാഗം പറയുന്നത്, അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ നമുക്കൊരു തേജസ് സ്തോത്രം വെളിപ്പെട്ട് വരുന്നുണ്ട്, അല്ലേ? അവിടെയാണ് പറയുന്നത് അത്യന്തം അനവധിയായിട്ട് തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ തിരുവചനത്തെ ആധാരമാക്കി നിങ്ങളോട് പറയാം, അല്ല, നിങ്ങളുടെ കഷ്ടതകൾ ഒരിക്കലും പാഴല്ല. സ്വർഗീയ തേജസ് അനുഭവിപ്പാൻ, സ്വർഗീയ നന്മകൾ അനുഭവിപ്പാൻ, സ്വർഗീയ വിടുതലുകൾ അനുഭവിപ്പാൻ തക്കവണ്ണം അത് ഇടവരും. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പറയുന്നു, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ വെളിപ്പെടുന്ന ഒരു തേജസ്സുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. സ്തോത്ര. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ
തൻ്റെ നിത്യചേതസ്സിനെ വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് അവിടെ പറഞ്ഞെന്തുവാ, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കഷ്ടതകൾക്ക് തിരുവചനം ഇല്ലെങ്കിൽ സ്തോത്രം ബൈബിൾ കർത്താവ് പറയുന്നൊരു കാലം അത് കുറച്ച കാലത്തേക്കാണ്. ആ കാലം നമ്മുടെ ആ കഷ്ടത സഹിഷ്ണുതയോടെ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയ വിടുതലും ഒരു വലിയ അനുഗ്രഹവും കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്ത് പകരട്ടെ. അതുകൊണ്ട് പ്രത്യാശ കൈവിടാതെ ദൈവത്തിൽ യേശു കർത്താവിൽ നമുക്ക് മുറുകെ പിടിക്കാം. യേശു കർത്താവ് നിങ്ങളെ കാക്കും, നിങ്ങളെ സൂക്ഷിക്കും. കഷ്ടതകളിൽ അവൻ നിങ്ങളെ കൈവിടുകയില്ല. ധൈര്യത്തോടെ മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടും, ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് തിരുവചനത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ മേഖലകൾക്കകത്തുള്ള അസ്വസ്ഥതകളോ തലമുറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ജോലിയില്ലായ്മയോ രോഗ അവസ്ഥകളിലൊക്കെ ആരെങ്കിലും ഈ കഷ്ടം സഹിക്കുന്നവരാരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നെങ്കിൽ യേശുപ്പച്ചൻ്റെ വലിയ കരം ആ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെട്ടവരുടെ രോഗം മാറിപ്പോകട്ടെ, അവരുടെ കഷ്ടതകൾ മാറിപ്പോകട്ടെ, അവരുടെ കുടുംബത്തിനകത്ത് ഒരു സന്തോഷത്തെ ദൈവം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജോലിയില്ലായ്മ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ജോലികൾ ലഭ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടെ നിന്ന് അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.